വകുപ്പുതല യോഗ്യതാ പരീക്ഷയും ട്രെയിനിങ്ങും വിജയിക്കാത്ത ഡെപ്യൂട്ടി റേഞ്ച് ഓഫ് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ റേഞ്ച് ഓഫീസേഴ്സായി നിയമിക്കാൻ നീക്കം എന്നൊരു വാർത്തയുണ്ട്. പ്രമോഷന് മുന്നോടിയായുള്ള സീനിയോറിറ്റി ലിസ്റ്റ് വനംവകുപ്പ് പ്രസിദ്ധീകരിച്ചു. ചട്ടം മറികടന്നുള്ള സ്ഥാനക്കയറ്റത്തിനെതിരെ ജീവനക്കാർക്കിടയിൽ തന്നെ വലിയ അതൃപ്തിയാണ്. 24 ബ്രേക്കിംഗ്. 2010 മുതൽ വകുപ്പുതല പരീക്ഷകളും ട്രെയിനിങ്ങും വിജയിച്ചാൽ മാത്രമാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് പ്രമോഷൻ അർഹതയുള്ളത്. ഇത് പരിഗണിക്കാതെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായും തുടർന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായും പ്രമോഷൻ നൽകിയതിനെതിരെ ജീവനക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും ഹൈക്കോടതിയിലും സമീപിക്കുകയും വ്യവസ്ഥകൾ പാലിച്ചല്ല പ്രമോഷനുകളെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ രീതിയിൽ പ്രമോഷൻ ലഭിച്ച ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് ട്രെയിനിങ് യോഗ്യതയുടെ മാത്രം അടിസ്ഥാനത്തിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായി പ്രമോഷൻ നൽകുന്നതിന് തയ്യാറാക്കിയ സീനിയോറിറ്റി ലിസ്റ്റാണ് വിവാദമായത്. 167 ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരുടെ സീനിയോറിറ്റി ലിസ്റ്റാണ് ഭരണവിഭാഗം APCCF പ്രസിദ്ധീകരിച്ചത്. ഈ ലിസ്റ്റിലുള്ള നിരവധി പേർ വകുപ്പുതല പരീക്ഷയും ട്രെയിനിങ്ങും വിജയിക്കാത്തവരാണ്. ട്രെയിനിങ് പരീക്ഷയിൽ ലോവർ ഗ്രേഡ് നേടിയ ജീവനക്കാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തി. വകുപ്പുതല പരീക്ഷകൾ വിജയിക്കാതെ SFO, DYFO, RFO തസ്തികയിലേക്ക് പ്രമോഷൻ ലഭിച്ചവർക്ക് മുൻകാല പ്രാബല്യത്തിൽ സ്പെഷ്യൽ ഇളവുകൾ നൽകി നിലവിലെ റൂൾ വീണ്ടും ഭേദഗതി ചെയ്യാനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് വകുപ്പുതല പരീക്ഷാ യോഗ്യതയില്ലാത്തവർക്ക് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായി പ്രമോഷൻ നൽകുന്നതിനുള്ള പുതിയ നീക്കവും. 24 തിരുവനന്തപുരം.